നിങ്ങളുടെ അമ്പലത്തിൽ കയറാൻ ഞങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ പാർട്ടി ഓഫീസിൽ കയറാൻ ഞങ്ങൾ വരുന്നില്ല. നിങ്ങളുടെ ഒരു സ്ഥലത്തും കയറാൻ ഞങ്ങൾ വരുന്നില്ല. കദ്രാസിന് ഒരു വ്യത്യസ്തമായ സംഭവം. കഴിഞ്ഞ ദിവസം ഞാനിവിടെ വരുമ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിര അവറുകൾ, ഇവിടെ പോലീസുകാരുമൊത്ത് അവരുടെ പാർട്ടി പ്രവർത്തകരുമൊത്ത് BJPയിലെ പാർട്ടി പ്രവർത്തകരുമൊത്ത് താഴെ നിൽപ്പുണ്ട്. കർത്തൃദാസന്മാരുമായിട്ട് കശവിശ ഉണ്ടാകുക. ഞാനിവിടെ വണ്ടിയിട്ടു. അവർക്ക് ചർച്ചിനകത്ത് കയറണം. ചർച്ചിനകത്ത് ആയുധമുണ്ട്. ഞാൻ പറഞ്ഞു, ഒരുത്തരും കയറില്ല, ചർച്ചിൽ കയറാൻ പറ്റില്ല, കയറില്ല. പോലീസുകാരൻ എന്നെ മാറ്റി നിർത്തി ചോദിച്ചു, പാസ്റ്റർ ഭയങ്കര അധികാരത്തോടെ. ഞാൻ പറഞ്ഞ യേശുവിൻ്റെ അധികാരം. ഞാൻ പറഞ്ഞ അധികാരമുള്ള യൂണിഫോമുള്ള പോലീസുകാരനും പഞ്ചായത്ത് പ്രസിഡന്റിനും അകത്ത് വരാം. ഞങ്ങളത് വീഡിയോ പകർത്തും. ഇവിടെ എല്ലാം വന്ന് നോക്കി. ഒരിക്കലും പഞ്ചായത്ത് മെമ്പറിനകത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനകത്ത് കയറേണ്ട ആവശ്യമില്ല. അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനിയായ ആതിര മാഡം, ഇത് പ്രവർത്തിക്കുന്ന ഓമല്ലൂരും നമ്മുടെ സ്നേഹത്തളിൽ പ്രവർത്തിക്കുന്ന ചെന്നീർക്കര രണ്ടും രണ്ട് പഞ്ചായത്താണ്. ഓമല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റാണ് ബൈറ്റ് കൊടുത്തത് മീഡിയയ്ക്ക്. ഇവിടെ ഞാൻ ആടേക്കോ കയ്യിൽ നിന്ന് വസ്തു വാങ്ങി അതിൻ്റെ രേഖ സഹിതം ഞാൻ മീഡിയയ്ക്ക് അടുത്ത ദിവസം കൊടുക്കും. ഇനിയും നമ്മൾ മൗനമായിരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇനിയും നമ്മൾ മൗനം പാലിക്കില്ല. സുരേഷ് പാസ്റ്ററെ, ഇനിയും മൗനമില്ല. പാസ്റ്ററെ, ഇനിയും നമ്മൾ മൗനം പാലിക്കുന്നില്ല. അടിയന്തരമായി നമ്മളുടെ സ്ഥലത്ത് നമുക്ക് ആരാധനാലയം പണിയണം. നമ്മളൊന്നും ചോദിക്കുന്നില്ല. നമ്മൾ സൗണ്ട് പ്രൂഫ് ചെയ്ത് 2-2.5 ഏക്കർ സ്ഥലം 6 വർഷമായി വാങ്ങിയിട്ടിരിക്കുക. ഒരു മതത്തിന് പ്രവർത്തിച്ചാൽ പോരാ, എല്ലാ മതത്തിനും. കർത്തൃദാസൻ പറഞ്ഞ പോലെ എല്ലാ മതത്തിനും ഇവിടെ പ്രവർത്തിക്കണം. നമുക്കിവിടെ ദൈവത്തെ ആരാധിക്കണം. നമ്മൾ മറ്റൊന്നും ആവശ്യപ്പെടുന്നില്ല. അവർ വിചാരിച്ചത് ഇവർ കുറുവടിയുമായി വരുമ്പോൾ നമ്മൾ തോറ്റു പിന്മാറിപ്പോകുന്ന. സ്നേഹിതരെ, ഞങ്ങൾക്ക് കുറുവടിയില്ല, ഞങ്ങൾക്ക് ബൈബിളുണ്ട്. ഞങ്ങൾക്ക് വഴക്കില്ല, ഞങ്ങൾക്ക് ബൈബിളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും, അതുപോലെ ഇവിടെ ഏറ്റവും അവസാനം പത്രസമ്മേളനം നടത്തിയ പെൺകുട്ടിയുടെ ഭർത്താവ് എൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലും അതിൻ്റെ വീഡിയോകളും എൻ്റെ കൈവശമുണ്ട്. സ്നേഹിതരെ, അത് ഞാൻ പുറത്ത് വിടാത്തത് മദ്യപിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന, ഞാനെൻ്റെ ലൈഫിൽ കേട്ടപ്പോൾ തകർന്നുപോയി. ഞാനവിടെ വഴക്ക് പറഞ്ഞു എന്നൊരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ സ്ഥാപനം വൃത്തികേടാക്കി കഴിക്കാനുള്ള ആഹാരമാസ്ത എൻ്റെ കയ്യിൽ അതിൻ്റെ വീഡിയോ ക്ലിപ്പ് മുഴുവനുണ്ട്. ആവശ്യമായ ഘട്ടത്തിൽ ഞാൻ അത് മുഴുവൻ പുറത്തുവിടും. ഇത് കോടതിയിലിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനിത് മൗനം പാലിക്കുന്നത്. ഇത് ഞങ്ങളെല്ലാം ഒരുമിച്ച്, ഇനിയും ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല. ഞങ്ങളുടെ ഒരു സ്ഥാപനത്തിൽ ഞങ്ങൾ അവരെ നിർത്തില്ല. ഇല്ല, ഞങ്ങൾ അനീതിക്ക് കൂട്ടു നിൽക്കുന്നവരല്ല, അനീതി ചെയ്യുന്നവരുമല്ല. ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവർ. അടുത്ത ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഈ ആരാധനയ്ക്ക് ശേഷം നിങ്ങളോട് സംസാരിക്കുന്നതാണ്. ഇന്ന് ആരാധനയ്ക്ക് വന്ന നിങ്ങൾക്കെല്ലാം സ്പെഷ്യൽ വന്ദനം. നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കും. ഞാൻ പല ആളുകളുടെയും സ്നേഹവും ആദരവും ഒക്കെ അനുഭവിക്കുക. ശരിക്കും ഇന്നലെ നമ്മുടെ ഈ പ്രശ്നമുണ്ടായ സമയം ഇവിടെ സഭ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ എല്ലാ കർത്തൃദാസന്മാരും ഇവിടെ ഉണ്ട്. വയ്യാത്തൊരു കൊച്ചുമായിട്ട് കർത്തൃദാസന്മാരൊക്കെ ഇവിടെ ഉണ്ട്. അത് അവരവരുടെ അനുഭവങ്ങൾ അവരവർ പറയും. മാത്യു പാസ്റ്ററിൻ്റെ വൈഫിനോട് വളരെ മോശമായി. ഇവർ വിചാരിക്കുന്നത് ഓമല്ലൂർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ട് നടക്കുന്ന ഒരു ഭരണഘടനയുള്ള സ്ഥലമാണ്. അങ്ങനെയല്ല. എല്ലാ ആളുകളും ഇന്ത്യൻ ഭരണഘടനയെ മാനിച്ചേ പറ്റൂ. അത് നിങ്ങൾക്കും ബാധകമാണ്, ഞങ്ങൾക്കും ബാധകമാണ്. ഞങ്ങൾ വടിയുമായുധവുമായി വരില്ല, ഒന്നുമായി ഞങ്ങൾ വരില്ല. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഞങ്ങൾക്ക് തരുന്ന അവകാശങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇതിൻ്റെ പുറകിൽ സഭ ഒരുമിച്ച്, സഭ മാത്രമല്ല, PCI, ഇവിടുത്തെ സംഘടനകൾ, ക്രൈസ്തവ സംഘടനകൾ, ഇവിടുത്തെ ബാക്കി മുഴുവൻ ആളുകളും ഒരുമിച്ച് നമ്മൾ രംഗത്ത് വരും. നമ്മുടെ ആരാധനാ സ്വാതന്ത്ര്യം, നമ്മുടെ ആലയം പണി, ഇനിയും നമ്മൾക്ക് ആലയം പണി ഈ ദിവസങ്ങളിൽ ബഹുമാനപ്പെട്ട ട്രൈബ്യൂണൽ കോടതിയുടെ വിധിയുണ്ട്, എൻ്റെ കൈവശിരിപ്പുണ്ട്. ഞാൻ ഈ വിധിയുമായി പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞത്, ഞാൻ ഈ കസാറയിൽ ഇന്ന രാഷ്ട്രീയക്കാരായി ഇരിക്കുന്നിടത്തോളം കാലം
നിങ്ങളെ പള്ളി പണിയിപ്പിക്കില്ല, നിങ്ങളുടെ ആരാധന നടത്തിക്കില്ല. ഇതാണ് വെല്ലുവിളി. ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, നിങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു വൈരാഗ്യമില്ല. നിങ്ങൾ പദയാത്ര നടത്തുന്നു, നിങ്ങൾ ഇത് നടത്തുന്നു. എൻ്റെ വീട്ടിൽ, ഞാൻ താമസിക്കുന്ന വീട്ടിൽ പദയാത്ര നടത്തി. എന്തിന്? ഞാൻ പ്രതിയല്ല, എനിക്കെതിരെ FIR ഇല്ല, എനിക്കെതിരെ എന്നിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുകയാണ്. ഇതിനകത്ത് ഞാനൊന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരു കാര്യവും എനിക്കെതിരെ ഇല്ല. ഈ കാര്യങ്ങൾ മാക്സിമം ഉണ്ടാക്കിയെടുക്കാൻ, സത്യമല്ലാത്ത വാർത്തകൾ പ്രചരിപ്പിക്കാൻ ആളുകൾ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ട കർത്തൃദാസന് ഇന്ന് രാവിലെ നമ്മുടെ ആരാധനയ്ക്ക് വന്നു, ഒത്തിരി സന്തോഷം. അദ്ദേഹത്തിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും നിങ്ങൾ. അദ്ദേഹം ഇന്നലെ ഉറങ്ങിയോ എന്ന് എനിക്കറിയില്ല. അതുപോലെ ക്രൈസ്തവ പല സംഘടനകളും, ഒന്നല്ല പല സംഘടനകളും, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നു, ഇവിടുത്തെ എല്ലാ കക്ഷികളും നമ്മോട് കൂടെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ പാർട്ടികളെയൊക്കെ അടുത്ത ദിവസങ്ങളിൽ കൃത്യമായിട്ട് എടുത്ത് പറയും. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ ആളല്ല. ഞാൻ ഈ വിഷയത്തോട്, ഇത് കോടതിയിൽ കിടക്കുന്ന വിഷയമായതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നിയമപരമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ല, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതിനെക്കുറിച്ച് ഞാൻ മീഡിയയുടെ മുമ്പിൽ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കും. നമുക്ക് മറ്റൊന്നും നമ്മുടെ മനസ്സിൽ ആഗ്രഹമില്ല, നമുക്ക് ആരാധിക്കണം. ഇനിയും നമ്മൾക്ക് ആരാധിക്കണമെന്നല്ല, ഇനിയും നമ്മളുടെ അടുത്ത കാര്യം നമ്മളുടെ സ്വന്തം സ്ഥലത്ത് പള്ളി വയ്ക്കണം. അതിനുവേണ്ടി സഭ ഇറങ്ങാൻ പോവാ. ഇവിടുത്തെ ആളുകൾക്ക് കൊടി പിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇറങ്ങും. ഇനി നമ്മൾ ഇറങ്ങാൻ പോകുകയാണ്. കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ അനങ്ങുന്നില്ല ഈ വിഷയത്തിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ഓമല്ലൂർ പഞ്ചായത്ത് ചെയ്യുന്ന അനീതികൾക്കെതിരെ സഭ രംഗത്തിറങ്ങാൻ പോവാ, കർത്തൃദാസന്മാർ രംഗത്തിറങ്ങാൻ പോവാ. അതിനുവേണ്ടിയുള്ള നമ്മൾ ഇതുവരെ മൗനമായി, ഇനിയും നമ്മൾ മൗനമായിരിക്കുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരനെ ഇന്ന് രാവിലെ ഓമല്ലൂർ പഞ്ചായത്ത് മെമ്പർ തല്ലി, അതിന് സമാധാനം പറയണം. ഞങ്ങളുടെ ഒരു കുഞ്ഞിൻ്റെ ദേഹത്തും തൊടാൻ പറ്റില്ല. ഞങ്ങളാരെ ഉപദ്രവിക്കുന്നവരല്ല, ഞങ്ങൾ ആയുധമെടുക്കുന്നവരല്ല.